ഡിഫൈയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇയർബഡ് ആണ് കേട്ടോ, ഗ്രാവിറ്റി സി. 999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലാണ് ഞാനത് വാങ്ങിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. എന്നാൽ ഇപ്പോൾ അതിന് 1190 രൂപയാണ് കാണിക്കുന്നത്. പക്ഷേ സാധനം വാങ്ങിക്കാനേ കിട്ടുന്നില്ല. 10,000 യൂണിറ്റ്സ് വെറും 15 മിനിറ്റ് കൊണ്ട് സോൾഡ് ഔട്ട് ആയി. അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ കണ്ടാണ്. എന്തായാലും ബോക്സ് നോക്കുവാണെങ്കിൽ ഡിഫൈയുടെ ലോഗോയും കൂടാതെ ഗ്രാവിറ്റി സി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രോഡക്റ്റിന്റെ ഫോട്ടോയും കാണാൻ പറ്റും. പിന്നെ അപ്പുറം ഇപ്പുറമൊക്കെ തന്നെ കുറേ സ്പെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പോൾ അങ്ങോട്ട് പറയുന്നില്ല. മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ 2022, മാക്സിമം റീറ്റെയിൽ പ്രൈസ് എന്ന് പറയുന്നത് 2,690 രൂപയാണ്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ 990 രൂപയ്ക്കാണ് ഞാൻ അത് വാങ്ങിച്ചത്. ഇപ്പോൾ 1,190 രൂപയാണ്. ഇനി അതിൽ കൂടോ കുറയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഈ ഒരു 990 രൂപയ്ക്ക് വർത്ത് ബൈയിങ് ആവോ ഇല്ല എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നതാണ്. ഗ്രാവിറ്റി ടർബോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ സെയിം ബോക്സ് ഒക്കെ കാണുമ്പോഴത്തേക്ക് ബോട്ടിന്റെ തന്നെയാണ്, വേറെ ഒരു സംശയമല്ല കേട്ടോ. ബോട്ടിന്റെ നമ്മുടെ 411 ANC ഉണ്ടല്ലോ, അതിൻ്റെ അതേപോലത്തെ പ്രോഡക്റ്റിൻ്റെ കവറാണ് ഇവിടെ നമുക്ക് കാണുന്നത്. സെയിം തന്നെയാണ്. അതിന് വില എന്ന് പറഞ്ഞാൽ 2,490 രൂപയാണ്. എന്നാൽ ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ വെറും 990 രൂപ. പക്ക പ്രീമിയം ബോക്സ് സഹിതം. ഇതിൽ എന്താണ് അവർക്ക് ലാഭം എന്ന് എനിക്ക് ഇതിലേക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത് പ്രോഡക്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അതല്ലാണ്ട് ആക്സസറീസ് നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ടൈപ്പ് സി കേബിളും പിന്നെ കുറച്ച് രണ്ട് ഡിഫറെൻറ്റ് സൈസസിലുള്ള ഇയർ ടിപ്സുകളുമാണ്. അല്ലാണ്ട് കുറച്ച് യൂസർ ഗൈഡും അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡും നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊക്കെ തന്നെ പൊതുവേ നമുക്ക് മറ്റുള്ള ഇയർബഡുകളിലൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർബഡ് എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനും അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു സൈസോട് കൂടി തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മാറ്റ് ഫിനിഷ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഏറ്റവും മുന്നിലായിട്ട് ഡിഫൈയുടെ ലോഗോ ഉണ്ട്. കൂടാതെ ഒരു ടൈപ്പ് സി പോർട്ടും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇത് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് 50% അല്ലെങ്കിൽ 60% നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും 2 മണിക്കൂർ വേണം 100%ലേക്ക് ഈ ഒരു കേസ് ചാർജ് ആകാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കൂടാതെ ടൈപ്പ് സി ആയതുകൊണ്ട് തന്നെ ബ്രിസ്ക് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 3 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇനി ജസ്റ്റ് കേസ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇയർബഡുകൾ ഇവിടെ ഇരിപ്പുണ്ട്. പൊതുവേ വേണ്ട ഈ ലിഡിൻ്റെ അടിയിലായിട്ട് ബാറ്ററി കപ്പാസിറ്റി എഴുതുന്നതാണ്. പക്ഷേ ഇതിനകത്ത് അതൊന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇയർബഡുകൾ നോക്കുവാണെങ്കിലും നല്ല രസമുണ്ട് കാണാനായിട്ട്. അവിടെയൊന്നും വേറെ ഒരു പ്രശ്നവും ഇല്ല. മാറ്റ് ഫിനിഷ്ഡ് ഡിസൈൻ തന്നെയാണ് ഇയർബഡുകളിലും ആ ഒരു കാണാൻ സാധിക്കുന്ന ഡിസൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇയർബഡുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുന്നെങ്കിൽ പോലും പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാനായിട്ട് ചാൻസസ് വളരെ കുറവാണ്. ഇനി ഇയർബഡുകൾ നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അവിടെയും വേറെ എടുത്തൊന്നും അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. ഡെഫിയുടെ ലോഗോ ഏറ്റവും പറയലായിട്ട് കാണാം. ഏറ്റവും മുകളിലായിട്ട് LED ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. റൈറ്റ് ഒക്കെ തന്നെ ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 13 mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ ജസ്റ്റ് ഒരു സിംഗിൾ ചാർജിൽ 10 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന പ്ലേ ടൈം എന്ന് പറയുന്നത്. 100%ലേക്ക് ഇയർബഡ് ചാർജ് ആകാനായിട്ട് 40 മിനിറ്റ് മതി. എന്നാൽ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ആണെന്ന് ഇവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഈ ഒരു 10 മണിക്കൂർ നമുക്ക് കിട്ടണമെങ്കിൽ 60% ആണ് പറയുന്നത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു 60-70% അല്ലെങ്കിൽ ഒരു 80% കേൾക്കുവാണെങ്കിൽ 10 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 8-ലോ 7-ലോ ഒക്കെ പോകാൻ ചാൻസസ് ഉണ്ട്. 4.5 grams മാത്രമാണ് ഓരോ ഇയർബഡുകളുടെയും വെയിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വെയിറ്റ് ഫീലൊന്നും ഇല്ല. നമുക്ക് എന്താ പറയുക, നല്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ളൊരു വെയിറ്റ് തന്നെയാണ്. ഓവറോൾ എന്തായാലും പ്യുവർ വൈറ്റ് കളറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതും എടുത്തു പറയേണ്ട, വൈറ്റ് ലവേഴ്സിന് എന്തായാലും അട്രാക്റ്റഡ് ആക്കുന്ന രീതിക്ക് എടുത്തു പറയേണ്ട ഒരു ഡിസൈൻ തന്നെയാണ് ഇയർബഡിൽ. കേസിൽ പറയാൻ വിട്ടുപോയൊരു സംഭവമാണ്, ഇതിനകത്ത് ആക്ച്വലി നമുക്ക് 4 LED ഇൻഡിക്കേറ്റേഴ്സ് കാണാം. മുന്നിൽ അത് ഹൈലൈറ്റ് ആയിട്ട് കൊടുത്തില്ലെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ആക്ച്വലി ഇൻവിസിബിൾ ആയിട്ടുണ്ട്. നമ്മൾ കേസ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ അതേ LED ഇൻഡിക്കേറ്റർ ഇവിടെ കത്തുന്ന കാണാം. 4 എണ്ണം. നമുക്ക് പിന്നെ എല്ലാവർക്കും അറിയാം നമ്മുടെ കേസിൽ എത്ര ശതമാനം ബാറ്ററി ഉണ്ടെന്ന് അറിയിക്കുന്നതാണ്. 25, 50, 75, 100. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു സംഭവം വെച്ചാൽ ക്വിക്ക് പെയർ ആൻഡ് കണക്ട് ടെക്നോളജി ഉണ്ട്. അതായത് നമ്മൾ ലിഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി നമ്മൾ ഏത് ഡിവൈസിലാണോ കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആകുന്നതാണ്. ഇനി ഇയർബഡുകളുടെ ആ ഒരു വെയറിംഗ് കംഫർട്ട് പറയുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വേറെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് വെക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതിലൊന്നും വേറെ ഒരു സംശയമില്ല. പാസീവ് നോയിസ് ക്യാൻസലേഷൻ തന്നെ നല്ല രീതിക്ക് തന്നെ വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പബ്ലിക്കിലൊക്കെ പോയിട്ട് നമ്മളൊരു മൂവീസ് കാണണമെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാളത്തൊക്കെ സംസാരിക്കുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുന്നതിന് മുന്നേ ആ ഒരു ടച്ച് സെൻസേഴ്സിനെ കുറിച്ച് പറഞ്ഞുതരാം. ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കുന്ന ആ ഒരു LED ഇൻഡിക്കേറ്ററിന്റെ ഭാഗത്താണ് ടച്ച് സെൻസേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു 1 ടാപ്പിൽ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഡബിൾ ടാപ്പ് നമ്മൾ വലതിൽ ചെയ്യുവാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും, ഡബിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുവാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുവാണെങ്കിൽ വലതിൽ ചെയ്യുമ്പോഴത്തേക്ക് ടർബോ മോഡ് 50 ms ലോ ലേറ്റൻസി മോഡ് ഇതിലുണ്ട്. ആ ഒരു ടർബോ മോഡ് ഓൺ ആവുന്നതാണ്. ഇടതിൽ ചെയ്യുമ്പോഴത്തേക്ക് വോയിസ് അസിസ്റ്റൻസ് വർക്ക് ആവുന്നതാണ്. ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒന്നും തന്നെ എവിടെയും വർക്ക് ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ മൈക്ക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ക്വാഡ് മൈക്ക് വിത്ത് ENC ആണ്. അതായത് ഓരോ ഇയർബഡുകളിലും
സൈഡിലും നമുക്ക് 2 മൈക്ക് ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൈക്ക് ക്വാളിറ്റി ആയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഗ്രാവിറ്റി ടർബോയിൽ നമ്മൾ കേട്ടായിരുന്നല്ലോ, അത്യാവശ്യം നല്ല ഡീസന്റ് ക്വാളിറ്റി ആയിരുന്നു. അത് തന്നെയായിരിക്കും ഇവിടെയും നമുക്ക് കാണാൻ സാധിക്കുക. എന്നാലും നിങ്ങൾ ആ ഒരു മൈക്ക് ക്വാളിറ്റി കേട്ട് തിരിച്ചു വരൂ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡിഫൈ ഗ്രാവിറ്റി സിയിൽ നിന്നും ലഭ്യമാകുന്ന ആ ഒരു മൈക്ക് ക്വാളിറ്റിയാണ്. ഇൻഡോറിനകത്ത് ഞാൻ നോർമലിയാണ് ആക്ച്വലി സംസാരിക്കുന്നത്. ഫാൻ അത്യാവശ്യം നല്ല സൗണ്ടോട് കൂട്ടിയിട്ട് തന്നെ കറങ്ങിക്കൊണ്ടിട്ടുണ്ട്. പുറത്തൊക്കെ കാക്ക നല്ല രീതിക്ക് വിളിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയത്ത് ഡിഫൈ ഗ്രാവിറ്റി സിയിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റി എന്തുമാത്രമുണ്ട്. ഒരു നോർമൽ ഒരാള് കോളിംഗ് പേർപ്പസിന് വേണ്ടിയാണ് 990 രൂപ കൊടുത്ത് ഇത് വാങ്ങിക്കുന്നതെങ്കിൽ അത് വർത്ത് ബൈങ് ആകോ ഇല്ലയോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരുവാണെങ്കിലേ നമുക്കിതിനകത്ത് SBC AAC കോഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ട് കേട്ടാൽ പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് പാട്ട് കേൾക്കാൻ പറ്റും. ഡിസ്ട്രാക്ഷൻസ് സംഭവിക്കത്തേ ഇല്ല. ഞാൻ പല പാട്ടുകളൊക്കെ കേട്ട് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു 50% നമുക്ക് മിഡ് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിൽ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് അല്ല കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മിഡിലൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു പെർഫെക്റ്റ് ഒരു നിങ്ങൾക്ക് ഒരു ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു പാട്ട് ആഗ്രഹിക്കുന്ന, അതായത് ഓഡിയോ ഔട്ട്പുട്ട് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അത് സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല. എന്നാൽ ഒരു 80 to 90% ഒക്കെ നല്ല രീതിക്ക് പാട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ 80% 90% ഒക്കെ പോകുമ്പോഴത്തേക്ക് കമ്പനി പറഞ്ഞ 10 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അതിലോട്ട് താഴാനായിട്ട് ചാൻസ് ഉണ്ട്. എന്നാൽ പോലും നമുക്കൊരു 7 മണിക്കൂർ 6 മണിക്കൂറൊക്കെ മാക്സിമം ഇതിൽ നിന്ന് കിട്ടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു ബേസ് ഡോമിനേറ്റഡ് ആയിട്ട്, അതായത് ഒരു ബേസ് ലവറാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ പോകുന്നതിലും വേറെ പ്രശ്നമില്ല. ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അതിലും വേറെ ഒരു പ്രശ്നമില്ലാണ്ട് ബേസ് ഡോമിനേറ്റഡ് ഉള്ള ഒരു പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ബേസ് ഡോമിനേറ്റഡ് ആകുന്നുണ്ട്. എന്നാൽ നിങ്ങളൊരു വോക്കൽ ഡോമിനേറ്റഡ് ഉള്ള പാട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ ഒരു വോക്കലും നല്ല രീതിക്ക് തന്നെ ഡോമിനേറ്റഡ് ആവുന്നുണ്ട്. ഒരു ട്യൂട്ടറിന്റെ ഒരു ഔട്ട്പുട്ടാണ്, അതായത് ഒരു ട്രെബിൾ ഔട്ട്പുട്ടാണ് കുറച്ചുകൂടെ ഒന്ന് ഡോമിനേറ്റ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എന്തായാലും ആ ഒരു ഗ്രാവിറ്റി ടർബോയിലും അതുപോലെ തന്നെ ഇതിനകത്ത് ആ ഒരു ഡിഫൈ ഗ്രാവിറ്റി സിയിലും ഞാൻ പറഞ്ഞത് മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വേറെ ഒരു സംശയമില്ലാണ്ട് നമുക്ക് വാങ്ങിക്കാൻ കേട്ടാം. പിന്നെ എൻ്റെ അടുത്തൊരു നമ്മുടെ വീഡിയോ കാണുന്ന ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോഡക്റ്റുകളുടെ മ്യൂസിക് ക്വാളിറ്റി പറയുമ്പോഴത്തേക്ക് മറ്റുള്ള ഇയർബഡുകളുടെ കൂടെ ഒന്ന് കമ്പയർ ചെയ്തിട്ട് പറയണമെന്ന്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഡിഫൈയുടെ കാര്യത്തിൽ ഞാൻ പറയുന്നത് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത്യാവശ്യം നല്ല റിച്ച് ആണ്, അത് വേറൊരു സംശയമില്ല. ഡീപ്പ് ബേസ് ആണ്. ഡീപ്പ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ പാട്ടിലിട്ട് ഇടിക്കുന്ന കണക്കോ അല്ലെങ്കിൽ ഭയങ്കര ചെവി പൊട്ടുന്ന പോലത്തെ ആ ഒരു ബേസ് അല്ല. നല്ല ഒരു അത്യാവശ്യം നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ബേസ് ഉണ്ടല്ലോ, അതാണ് ഇവിടെ കിട്ടുന്നത്. ഏതുമായിട്ട് കമ്പയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്നാൽ നിങ്ങൾ 990 രൂപയ്ക്ക് ഇത് വാങ്ങിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും ഡിസപ്പോയിന്റഡ് ആകത്തില്ല എന്നുള്ളത് ഞാൻ 100% കൺഫേം പറയാം, അല്ലെങ്കിൽ എൻ്റെ ഒരു ഗ്യാരണ്ടിയാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, അതിൽ വേറെ ഒരു സംശയവുമില്ല കേട്ടോ. ഇനി നമ്മുടെ ലേറ്റൻസിനെ കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.2 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു 50 ms ലോ ലേറ്റൻസി കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഗെയിം ഒക്കെ കളിക്കാൻ പറ്റുന്നുണ്ട്. കൂടാതെ ലോ ലേറ്റൻസി മോഡ് ഓഫ് ആക്കിയിട്ട് തന്നെ നമുക്ക് വീഡിയോസ് യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ഇന്റേണൽ പ്ലെയറിലൊക്കെ തന്നെ വീഡിയോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു മൂവീസ് ഒക്കെ കാണുന്ന സമയത്ത് എന്താ പറയുക, ലോ ലേറ്റൻസി ഓൺ ആക്കാത്തതുകൊണ്ട് പ്ലേ ടൈം കുറച്ച് കൂടുതൽ കിട്ടാനും ചാൻസസ് ഉണ്ട്. ലോ ലേറ്റൻസി നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേക്ക് പ്ലേ ടൈമിൽ ചെറിയൊരു വ്യത്യാസം വരാറുണ്ട് കേട്ടോ. എന്തായാലും 50 ms ഈ ഒരു 100 ms ഒക്കെ തമ്മിൽ വലിയ ഡിഫറൻസ് എനിക്ക് എവിടെയും തന്നെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് നമ്മൾ അത്രയ്ക്കും നിരീക്ഷിച്ചാൽ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 50 ms ആയതുകൊണ്ട് നിങ്ങളൊരു ഗെയിമറാണ്, അതുകൊണ്ട് തന്നെ ഇത് വാങ്ങിക്കണം എന്നുള്ളതൊന്നുമില്ല. ഒരു 110 അല്ലെങ്കിൽ 100 ms 80 ms കിട്ടുന്ന അതേപോലത്തെ ഔട്ട്പുട്ട് തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഞാൻ ബാറ്റിൽ ഫീൽഡ് ഗ്രൗണ്ട് ആണ് കളിച്ച് നോക്കിയത്. IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഇതിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഡ്രിസിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് കൊണ്ട് പോയാലും അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല. ഒരു വർഷം നമുക്കിന് വാറന്റി ഉണ്ട്. വാറന്റി നമുക്ക് ഒരു വർഷം ഉണ്ടെങ്കിലും ഇതിൽ വാട്ടർ ഡാമേജ് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ സാധനം കിട്ടത്തില്ല. പിന്നെ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ മണ്ടന്മാരല്ലല്ലോ, കാര്യം ഈ പ്രോഡക്റ്റ് ഒന്നും വെച്ചിട്ട് നമ്മൾ ഉറപ്പായിട്ടും ഡൈവ് ചെയ്യാനൊന്നും പോകത്തില്ല. പിന്നെ ഡ്രസ്സിലിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതിൽ വേറെ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 990 രൂപയ്ക്ക് നമ്മളിത് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലയോ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും 990 രൂപയ്ക്ക് നമുക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഡിഫൈ ഗ്രാവിറ്റി Z എന്ന് പറയുന്നത്. ഡ്യൂറബിലിറ്റിയുടെ കാര്യം നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുകളാണ്, ഇല്ലാണ്ടാവാനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു വർഷം നമുക്ക് വാറന്റി ഉണ്ട്, പുതിയ പ്രോഡക്റ്റ് അങ്ങോട്ട് കിട്ടും, അതിലും വേറെ പ്രശ്നമൊന്നും ഇല്ല. ഇമാജിൻ ആണ് ആക്ച്വലി ഇമ്പോർട്ടും മാർക്കറ്റും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സർവീസിൽ നമുക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസോ ഗ്രാവിറ്റി സിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ഇതാണ് നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ ഇപ്പോൾ ഇത്രയും കണ്ട വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് VN എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ്. എൻ്റെ കമ്പ്യൂട്ടർ അടിച്ചതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വീഡിയോ കണ്ട സമയത്ത് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക, കൂടുതൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണം. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.